എല്ലാവർക്കും നമസ്കാരം. സുലൂസ് തിയറ്ററിക്സ് ആരംഭിക്കുന്നു. നമ്മൾ ഇന്ന് പഠിക്കുന്ന പാഠം കേരള സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഓഫീസ് മേധാവികളുടെ പേരാണ് നമ്മൾ പഠിക്കുന്നത്. ഭരണഘടനാ സ്ഥാപനങ്ങളടക്കമുള്ള ഓഫീസ് മേധാവികളുടെ പേര് ഒരിക്കലും മറക്കാത്ത രീതിയിൽ സുലൂസ് തിയറ്ററിക്സിലൂടെ നമുക്കെങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. ഒന്നാമത്, ചെയർപേഴ്സൺ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അഡ്വക്കേറ്റ് പി സതീദേവി. അഡ്വക്കേറ്റ് പി സതീദേവിയാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ. ഞാനിത് ഒരിക്കലും മറക്കാതിരിക്കാനായിട്ട് ഒരു ട്രിക്സ് ഉപയോഗിക്കുകയാണ്, ശ്രദ്ധിച്ചോളുക. ഞാൻ ഈ സ്ത്രീ കമ്മീഷൻ എന്നാക്കുന്നു, വനിതാ കമ്മീഷൻ നമ്മൾ സ്ത്രീ കമ്മീഷൻ എന്നാക്കുന്നു. കുഴപ്പമില്ലല്ലോ, സ്ത്രീ കമ്മീഷനാണല്ലോ. ഇനി ഈ സ്ത്രീയുടെ ഈ ചന്ദ്രക്കലയും ഈ റായുടെ അടയാളവും ഈ റായുടെ സിമ്പലും ഞാൻ ഒഴിവാക്കുന്നു. അപ്പോൾ എന്ത് കിട്ടുന്നു? സതിയെന്ന് കിട്ടുന്നു. സതി ആരാണ്? വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ്. ഇനി ഒരു കാലത്ത് നിങ്ങളെ പേര് മറക്കുക. രണ്ടാമത്, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ. സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇൻഫർമേഷൻ ഓഫീസർ ആരാണ്? ഹരിനായരാണ്. അദ്ദേഹത്തിൻ്റെ പേരിനകത്ത് എന്ത് കിടപ്പുണ്ട്? വിവരാവകാശം കിടപ്പുണ്ട്. അത് കാണിക്കാം. ഹരിയുടെ RI മാത്രം നമ്മൾ ഇങ്ങെടുക്കുന്നു. RI എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ RTI ആണ് റൈറ്റ് ടു ഇൻഫർമേഷൻ. അതിൻ്റെ RI ആണ്. RI എന്ന് പറഞ്ഞാൽ റൈറ്റ് ഇൻഫർമേഷനും റൈറ്റും അദ്ദേഹത്തിൻ്റെ പേരിനകത്ത് കിടപ്പുണ്ട്. അഥവാ വിവരവും അവകാശവും അദ്ദേഹത്തിൻ്റെ പേരിനകത്ത് കിടപ്പുണ്ട്. ഇനി അത് ഒരിക്കലും മറക്കില്ല. അടുത്തത്, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ കേരള എ ഷാജഹാൻ. എ ഷാജഹാനാണ് കേരളത്തിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അദ്ദേഹത്തെ ഞാൻ വേറൊരു മഹാനുമായി ലിങ്ക് ചെയ്യിക്കുകയാണ്. നമ്മുടെ ഷാജഹാൻ താജ്മഹൽ സ്ഥാപിച്ച, ചെങ്കോട്ട സ്ഥാപിച്ച, ഡൽഹി ജുമാ മസ്ജിദ് സ്ഥാപിച്ച, ആഗ്രയിൽ നിന്നും തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയ മുഗൾ ചക്രവർത്തി ഷാജഹാനുമായി ഞാൻ നമ്മുടെ ഇലക്ഷൻ കമ്മീഷണറെ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇനി ഒരിക്കലും മറക്കരുത്, ഷാജഹാൻ എന്ന് പറഞ്ഞാൽ ആരെ ഓർത്തോണം? മുഗൾ എംപററെ ഓർത്തോണം. 4, സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ. സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജറാണ്. ഓർത്തിരിക്കാൻ ഒരു പാടുമില്ല. ഇലക്ഷൻ കമ്മീഷൻ ഷാജഹാൻ, യുവജന കമ്മീഷൻ ഷാജർ. അടുത്തത്, സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ BS മാവോജി. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർമാൻ BS മാവോജിയാണ്. അദ്ദേഹത്തെ ഞാൻ നമ്മുടെ സ്വന്തം മാവേലിയുമായി അങ്ങ് ലിങ്ക് ചെയ്യുന്നു. കേരളത്തിൻ്റെ സ്വന്തം മാവേലിയുമായി ലിങ്ക് ചെയ്യുന്നു. ഇതാണ് കോഡ്, മാവേലി മാവോജി. അടുത്തത്, പ്രസിഡന്റ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ജസ്റ്റിസ് കെ സുരേന്ദ്രമോഹനാണ് പ്രസിഡന്റ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ഈ കൺസ്യൂമർ റിഡ്രസൽ കമ്മീഷനകത്ത് അദ്ദേഹത്തിൻ്റെ പേര് ഒളിഞ്ഞിടപ്പുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം, കണ്ടോളൂ. കൺസ്യൂമർ റിഡ്രസൽ കമ്മീഷൻ SU നമ്മളിങ്ങെടുത്തു. ഈ SU നമ്മളിങ്ങെടുത്തു. ഈ റിഡ്രസലിൻ്റെ REDR നമ്മളിങ്ങെടുത്തു. REDR എന്നിട്ട് നമ്മൾ ഈ A വഴിങ്ങെടുത്തു. അപ്പോൾ എന്ത് കിട്ടി? സുരേന്ദ്ര കിട്ടി. ഇനി ഈ കമ്മീഷൻ്റെ OM എടുത്ത് നമ്മൾ തിരിച്ചിട്ടാൽ എന്ത് കിട്ടും? മോഹൻ്റെ മോ കിട്ടും. ഇപ്പോൾ മനസ്സിലായല്ലോ, അദ്ദേഹത്തിൻ്റെ പേര് കൺസ്യൂമർ റിഡ്രസൽ കമ്മീഷനകത്ത് ഒളിഞ്ഞിടപ്പുണ്ട്. അടുത്തത്, ചെയർമാൻ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ശ്രീ പിണറായി വിജയൻ. നമ്മുടെ മുഖ്യമന്ത്രിയാണ് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ, എല്ലാവർക്കും അറിയാം. അടുത്തത്, വൈസ് ചെയർമാൻ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് പ്രൊഫസർ VK രാമചന്ദ്രനാണ് നമ്മളുടെ കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ വൈസ് ചെയർമാൻ. ഞാൻ നിങ്ങളെ ലിങ്ക് ചെയ്യിക്കുന്നത് ശ്രീരാമചന്ദ്രനുമായിട്ടാണ്. ശ്രീരാമചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ആ ശ്രീരാമചന്ദ്രൻ്റെ ശ്രീ ഞാനിങ്ങ് മാറ്റുന്നു. ശ്രീരാമചന്ദ്രൻ്റെ ശ്രീ ഇങ്ങ് മാറ്റുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? രാമചന്ദ്രനെ കിട്ടും. അദ്ദേഹമാണ് നമ്മുടെ പ്ലാനിംഗ് ബോർഡിൻ്റെ വൈസ് ചെയർമാൻ. അടുത്തത്, ചീഫ് ജസ്റ്റിസ് കേരള ഹൈക്കോടതി ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായിയാണ് കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വളരെ പ്രശസ്തനായ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി ലിങ്ക് ചെയ്യിക്കുകയാണ്, ശ്രദ്ധിച്ചോളുക. മൊറാർജി ദേശായി. നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നയും പാകിസ്ഥാൻ്റെ പരമോന്നത ബഹുമതിയായ നിഷാൻ ഇ പാകിസ്ഥാനിയും ലഭിച്ച
ഒരേ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. ആ മൊറാർജി ദേശായി എന്ന് പറയുന്നത് ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ മൊറാർജി ദേശായി നമ്മുടെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പേരുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു. മൊറാർജി ദേശായി, ജിതേന്ദ്ര ദേശായി. മൊറാർജി ദേശായിയുടെ ഈ പേരിൻ്റെ അവസാനം വരുന്ന ജി ദേശായി നമ്മളിങ്ങ് എടുക്കുകയാണ്. ജി ദേശായി എന്ന് പറഞ്ഞാൽ ജിതേന്ദ്ര ദേശായിയുടെ ഷോർട്ട് ഫോമാണ്. ജി ദേശായി എന്ന് പറഞ്ഞാൽ ജിതേന്ദ്ര ദേശായിയുടെ ഷോർട്ട് ഫോമാണ്. ഇനി നിങ്ങൾ ഒരു കാരണവശാലും ഈ പേര് മറക്കരുത്. അടുത്തത് കേരള ചീഫ് സെക്രട്ടറി വി വേണു. വി വേണുവാണ് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി. കേരളം ഇപ്പോൾ ഭരിക്കുന്നത് 3 വികളാണ്. വി വേണുവും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിജയനും ചേർത്ത് വി വേണു വിജയൻ. 3 വികളാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. ചീഫ് സെക്രട്ടറി വി വേണു. അടുത്തത് അഡ്വക്കേറ്റ് ജനറൽ ഓഫ് കേരള അഡ്വക്കേറ്റ് കെ ഗോപാലകൃഷ്ണ കുറുപ്പ്. കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ. അദ്ദേഹത്തെ ഞാൻ ഒരു വലിയ മനുഷ്യനുമായിട്ടൊന്ന് ലിങ്ക് ചെയ്യുകയാണ്. നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കാൻ വേണ്ടി ഗോപാലകൃഷ്ണ ഗോഖലെ. നിങ്ങൾക്കറിയാം, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവും സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകനുമായ ഗോപാലകൃഷ്ണ ഗോഖലെയെ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ നമ്മുടെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ പേരുമായിട്ടൊന്ന് ലിങ്ക് ചെയ്യുന്നു. ഗോപാലകൃഷ്ണ ഗോഖലെ, ഗോപാലകൃഷ്ണ കുറുപ്പ്. ഗോപാലകൃഷ്ണ ഗോഖലെ, ഗോപാലകൃഷ്ണ കുറുപ്പ്. ഓക്കെ. സംസ്ഥാന പോലീസ് മേധാവി DGP ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്. സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്. അദ്ദേഹത്തെ ഞാൻ ലിങ്ക് ചെയ്യുന്നത് ഒരു വലിയ മനുഷ്യനുമായിട്ടാണ്. ഇന്ത്യയുടെ സിനിമയുടെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ, ദാദാ സാഹേബ് ഫാൽക്കെ ആയിട്ട് ലിങ്ക് ചെയ്യുന്നു. ദാദാ സാഹേബ് ഫാൽക്കെ, ദാദാ സാഹിബ് ദർവേഷ് സാഹിബ്, ദാദാ സാഹിബ് ദർവേഷ് സാഹിബ്, മറക്കണ്ട, ദാദാ സാഹിബ് ദർവേഷ് സാഹിബ്. അടുത്തത് കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആക്ടിംഗ് ജസ്റ്റിസ് ബൈജുനാഥ്. കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ നമ്മുടെ മണികുമാർ സാറ് അധികാരമേറ്റില്ല. പകരം ബൈജുനാഥ് സാറ് ആക്ടിംഗ് ചെയർമാനായിട്ട് ഫംഗ്ഷൻ ചെയ്യുകയാണ്. ബൈജുനാഥാണ് ഇപ്പോഴത്തെ നമ്മുടെ കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. PSC ചെയർമാൻ ഡോക്ടർ MR ബൈജു. PSC ചെയർമാൻ ഡോക്ടർ MR ബൈജു. ഈ 2 ബൈജുമാരും തമ്മിൽ നമ്മളൊന്ന് ലിങ്ക് ചെയ്യുകയാണ്. PSC ആൻഡ് HRC. HRC മീൻസ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. PSC, HRC. MR ബൈജു, ബൈജുനാഥ്. അടുത്തത് പ്രസിഡന്റ് കേരള സാഹിത്യ അക്കാദമി. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് പ്രൊഫസർ K സച്ചിദാനന്ദനാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും ചെറിയ കോഡ് വെച്ചിരിക്കുന്നു, സാഹി സച്ചി. സാഹി സച്ചി. ചെയർപേഴ്സൺ കേരള സംഗീത നാടക അക്കാദമി മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരാണ് തായമ്പകയിലെ അത്ഭുതങ്ങൾ വിരിയിക്കുന്ന മട്ടന്നൂരാണ് നമ്മുടെ ഇപ്പോഴത്തെ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ. സംഗീത നാടക അക്കാദമി എന്നുള്ള ആ പേരിനകത്ത് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുടെ ശങ്കരൻ കിടപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം. സംഗീത നാടക അക്കാദമി, ശങ്കരൻ്റെ ശങ്കരൻകുട്ടിയുടെ ശങ്ക എന്നുള്ളത് സംഗീത നാടക അക്കാദമിക്കകത്ത് കിടപ്പുണ്ട്. ഇനി മാർക്കില്ല. ചെയർപേഴ്സൺ കേരള ലളിതകലാ അക്കാദമി മുരളി ചീരോത്ത്. മുരളി ചീരോത്ത് എന്ന് പറയുന്ന പ്രശസ്തനായൊരു പെയിൻറ്ററാണ് നമ്മളുടെ ഇപ്പോഴത്തെ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ കോഡ് ഇതാണ്, മുരളി ലളിത. മുരളി ലളിത, ലളിതകലാ അക്കാദമി ചെയർപേഴ്സൺ മുരളി. അടുത്തത് ചെയർമാൻ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി രഞ്ജിത്ത്. നമ്മുടെ പ്രിയപ്പെട്ട തിരക്കഥാകൃത്തും സംവിധായകനുമായ രഞ്ജിത്താണ് നമ്മളുടെ ഇപ്പോഴത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ. ശ്രീ രഞ്ജിത്തിൻ്റെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമയുടെ പേരാണ് രാവണപ്രഭു. നമ്മുടെ കോഡ് അതാണ്, ചലച്ചിത്ര അക്കാദമിയിൽ രാവണപ്രഭു, ചലച്ചിത്ര അക്കാദമിയിൽ രാവണപ്രഭു, മറക്കില്ല. ചെയർമാൻ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഷാജി എൻ കരുൺ. ഷാജി എൻ കരുൺ എന്ന് പറയുന്ന ലോകം അറിയുന്ന വലിയ സിനിമ സംവിധായകനാണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർമാൻ. നമ്മളൊരു ചെറിയ കോഡ് വെച്ചിരിക്കുന്നു, ചെയർമാൻ ഷാജി, ചേഷ. ചെയർമാൻ ഷാജി, കോഡ് ചേഷ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക്
കേരളത്തിലെ പ്രധാനപ്പെട്ട ഓഫീസ് മേധാവികളെ സംബന്ധിച്ച് പഠിക്കാനുള്ളത്. ഈ പറഞ്ഞ ട്രിക്സുകളിലൂടെയും കോഡുകളിലൂടെയും നിങ്ങൾക്ക് അതെല്ലാം മറക്കാത്ത രീതിയിൽ ഓർമ്മിച്ചിരിക്കാനും പരീക്ഷയെ ജയിക്കാനും കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നമ്മളുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.